ശൈത്യകാലം ആരംഭിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും ടെൻഷൻ ചർമ്മത്തെ ഓർത്താണ്. നമ്മുടെ ചർമ്മം കൂടുതൽ വരണ്ടതും പൊട്ടിപ്പോകുന്നതുമൊക്കെയായി അനുഭവപ്പെടാൻ തുടങ്ങും. ചുണ്ടുകളിലുണ്ടാകുന്ന ചൊറിച്ചിൽ മുതൽ കാൽപാദങ്ങളിലെ വിണ്ടുകീറലുകൾ വരെ നമ്മെ അലോസരപ്പെടുത്തും. ചർമ്മത്തിലുണ്ടാകുന്ന ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നത് സാധാരണമാണ്. ശരിയായ പരിചരണം നൽകിക്കൊണ്ട് ചർമ്മത്തിൽ ജലാംശം നിലനിർത്തി മോയ്സ്ചറൈസ് ചെയ്ത് സംരക്ഷിക്കുകയാണെങ്കിൽ ഇത്തരം ചർമ്മരോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വയം പരിരക്ഷ നേടിയെടുക്കാൻ സാധിക്കും. ശൈത്യകാല പരിചരണം ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. മഞ്ഞുകാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നിരവധി ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഏതാനും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവയെ നിഷ്പ്രയാസം അതിജീവിക്കാനാകും. ഏറ്റവും കൂടുതൽ ആളുകൾ ശീലിച്ചിരിക്കുന്ന ഒന്നാണ് ശൈത്യകാലങ്ങളിൽ ചൂട് കൂടുതലുള്ള വെള്ളത്തിലുള്ള കുളി. ഇത് ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. പകരമായി തണുത്തതോ ഇളം ചൂടുള്ളതോ ആയ വെള്ളം ഉപയോഗിക്കാം. ചൂടുവെള്ളം നിങ്ങളുടെ ശരീരത്തിലെ അത്യാവശ്യ മോയ്സ്ചറൈസുകളെ നീക്കം ചെയ്യാൻ കാരണമാകുന്നു. അതിനാൽ നിങ്ങൾ കുളിക്കുന്ന സമയം പരമാവധി 10 മിനിറ്റായി പരിമിതപ്പെടുത്തേണ്ടതും ദിവസത്തിൽ ഒന്നിലധികം തവണ കുളിക്കാതിരിക്കുന്നതുമെല്ലാം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ചർമ്മത്തെ മികച്ച രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യുന്ന പ്രകൃതിദത്തമായ ബോഡി വാഷുകളും സോപ്പുകളും തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുക. ചിലതരം സോപ്പ് ചർമ്മത്തിൽ കേടുപാടുകൾ സൃഷ്ടിച്ചേക്കാം. ചർമ്മത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി ബാത്ത് സ്പോഞ്ചുകളും ബോഡി ബ്രഷുകളുമെല്ലാം ഒഴിവാക്കുക. മഞ്ഞുകാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ചർമ്മത്തിലെ തൊലി പൊളിഞ്ഞു പോകുന്നത്. ലോലമായ തൊലിയുള്ളവർക്ക് ശൈത്യകാലത്തിൽ ഇത് പെട്ടെന്ന് അനുഭവപ്പെടും. ഒരു നല്ല ത്വക്കുരോഗ വിദഗ്ധനുമായി സംസാരിച്ചാൽ നിങ്ങളുടെ ചർമ്മത്തിലെ രൂപഘടന മനസ്സിലാക്കിയെടുക്കാം. നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് ദോഷകരമല്ലാത്ത എക്സ്ഫോളിയേഷൻ നടത്താം. ചർമ്മം വൃത്തിയാക്കാനായി നല്ല ഒരു മോയ്സ്ചറൈസറും പുരട്ടുക. കുളിക്കുന്നതിന് മുൻപായി എണ്ണ ശരീരത്തിൽ തേച്ചു പിടിപ്പിക്കുന്നത് ഇത്തരം മുരിച്ചിൽ അകറ്റാൻ സഹായിക്കും. ഇക്കാലത്ത് കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ചർമ്മത്തെ വരണ്ടതാക്കി മാറ്റാതിരിക്കാൻ സഹായിക്കുന്നു. സ്വെറ്ററിനും കോട്ടിനും ഇടയിലായി ഒരു കോട്ടൺ ഷർട്ട് എപ്പോഴും ധരിക്കേണ്ടതും അത്യാവശ്യമാണ്. കൈകളിലെയും കാൽപാദങ്ങളിലെയും ചർമ്മത്തിൽ പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇവയെ എല്ലായ്പ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് സംരക്ഷിക്കണം. ഇതിനായി എണ്ണകളും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കാം. കയ്യുറകളും സോക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗങ്ങൾ മൂടി സംരക്ഷിക്കുക. പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. കാലാവസ്ഥാ സ്ഥിതി മൂടൽമഞ്ഞാണെങ്കിൽ പോലും നമ്മുടെ ചർമ്മത്തിന് സൂര്യനിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ്. നിങ്ങൾ ജലാംശം നിലനിർത്താനും ചർമ്മത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ചില പോഷകങ്ങളെ പുനഃസ്ഥാപിക്കാനുമായി ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്. എണ്ണമയം കുറവായതും വരണ്ട ചർമ്മവ്യവസ്ഥിതി ഉള്ളവരുമൊക്കെ ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി ഹൈലൂറോണിക് ആസിഡ് കൂടുതൽ അടങ്ങിയ മോയ്സ്ചറൈസറുകൾ ഉപയോഗിച്ചാൽ മതി. മറിച്ച് എണ്ണമയമുള്ള ചർമ്മമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഭാരം കുറഞ്ഞ ജെല്ലുകളും സെറമുകളും മാത്രം തിരഞ്ഞെടുക്കുക. സെൻസിറ്റീവായ ചർമ്മത്തിന് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതും സുഗന്ധമില്ലാത്തതുമായ മോയ്സ്ചറൈസറുകൾ തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മഞ്ഞുകാല നാളുകളിൽ ചർമ്മത്തിന് മുറുക്കം അനുഭവപ്പെടാത്ത മോയ്സ്ചറൈസിംഗ് ഉൽപ്പന്നങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പാലിക്കാനായാൽ തണുപ്പ് കാലവും മറ്റേത് സമയത്തെ പോലെ സുഗമമായി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്കാകും. നിങ്ങളുടെ ചർമ്മത്തിന് യാതൊരു പ്രശ്നവും വരാതെ തന്നെ ഈ ടിപ്സ് നിങ്ങളെ സംരക്ഷിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.